കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 ഫെബ്രുവരി 28 ബുധനാഴ്ച. ഞാൻ PT നാസർ. സന്തോഷവും അഭിമാനവും ഉളവാക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക കുതിപ്പും കഠിനമായൊരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പരിണിതിയുമാണ് ഇന്ന് ഏതാണ്ട് എല്ലാ മലയാള പത്രങ്ങളുടെയും മുഖ്യ വാർത്തകൾ. രണ്ടും പ്രധാന വാർത്തകൾ തന്നെ. രണ്ടിനും പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. രാജ്യത്തിൻ്റെ ഗഗനചാരികളെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി എന്ന ടാഗോടുകൂടി ഇരട്ടി മധുരം എന്ന തലക്കെട്ടിൽ ഗഗൻയാൻ പദ്ധതിയിലെ ആളുകളുടെ പേരുകൾ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത് മാതൃഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന മലയാളിയുടെ ചിത്രമാണ് അതിലാദ്യം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ കേരളത്തിന് അഭിമാനമായ മലയാളിയും 4 വർഷത്തോളം രഹസ്യമാക്കി വച്ചിരുന്ന ഗഗനചാരികളെ തിരുവനന്തപുരം VSSയിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പാലക്കാട് നെന്മാറ തിരുവാഴിയോട് സ്വദേശിയും വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി അങ്കദ് പ്രതാപ്, ഗ്രൂപ്പ് ക്യാപ്റ്റനും തമിഴ്നാട് ചെന്നൈ സ്വദേശിയുമായ അജിത് കൃഷ്ണൻ, വിംഗ് കമാൻഡർ ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശി ശുഭാംശു ശുക്ല എന്നിവരെയാണ് പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇവരെ പ്രധാനമന്ത്രി ആസ്ട്രോനട്ട് വിങ്ങും ധരിപ്പിച്ചു. ഇവർ വെറും 4 പേരോ 4 വ്യക്തികളോ അല്ല, 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള 4 ശക്തികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രശാന്ത് ബാലകൃഷ്ണൻ 1999 വ്യോമസേനയുടെ ഭാഗമായത്. സേനയിൽ ടെസ്റ്റ് പൈലറ്റായ അദ്ദേഹം സുഖോയ് 30 വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു. ISRO ചെയർമാൻ S. സോമനാഥ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി V. മുരളീധരൻ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട്. അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന്. 4 ബഹിരാകാശ സഞ്ചാരികൾക്കും സെലിബ്രിറ്റികളെന്ന നിലയിൽ അവരുടെ പരിശീലനത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അവരുടെ കുടുംബാംഗങ്ങളുമായി സഹകരിക്കണം. അതിലൂടെ ശ്രദ്ധ വ്യതിചലിക്കാതെ അവർക്ക് പരിശീലനം തുടരാനാകും എന്നൊക്കെ പ്രധാനമന്ത്രി ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നാലെ തന്നെ മറ്റൊരു വാർത്തയുണ്ടായി. ഇതെൻ്റെ പങ്കാളി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലെന എന്ന സിനിമാ താരം മുന്നോട്ട് വന്നു. അവകാശപ്പെടുക മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വിവാഹ വാർത്തയായിരുന്നു. രാജ്യം ഈ ബഹിരാകാശ യാത്രയാണ് രഹസ്യമായി സൂക്ഷിച്ചിരുന്നെങ്കിൽ ലെന പ്രശാന്ത് ബാലകൃഷ്ണനുമായുള്ള വിവാഹമായിരുന്നു രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്. അത് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രയുടെ കാര്യം പുറത്തു വന്ന് മിനിറ്റുകൾക്കകം ലെനയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നു. ആ വാർത്ത ഇങ്ങനെയാണ് മാതൃഭൂമി ഇതോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രശാന്തും നടി ലെനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെന്ന വാർത്ത രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ബന്ധുക്കൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. പ്രശാന്തിനെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് പരിചയപ്പെടുത്തിയ ദിവസം തന്നെ അക്കാര്യം ലെന സമൂഹ മാധ്യമങ്ങളോട് അറിയിച്ചു. ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചു. നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷം. ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനാണ് ഞാൻ പ്രശാന്തിനെ വിവാഹം കഴിച്ചു എന്ന വിവരം ഇത്രയും നാളും വെളിപ്പെടുത്താതിരുന്നത് എന്ന് ലെന കുറിച്ചു. ആ വാർത്ത കഴിഞ്ഞാൽ പ്രധാന വാർത്ത പിന്നെയുള്ളത് TP വധക്കേസ് 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്നതാണ്. ശിക്ഷ കടുപ്പിച്ചു എന്നതാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. വിചാരണ കോടതി വിട്ടയച്ച 2 CPM നേതാക്കൾക്ക് ജീവപര്യന്തം. 9 പേർക്ക് 20 വർഷത്തിന് മുൻപ് ശിക്ഷയിൽ ഇളവ് നൽകരുത്. കൊച്ചി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 6 പ്രതികൾക്ക് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 1 മുതൽ 5 വരെ പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, KK മുഹമ്മദ് ഷാഫി എന്നിവർക്കും
ഏഴാം പ്രതി ഷിനോജിനുമാണ് ഗൂഢാലോചന കുറ്റത്തിനും കൂടി ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. അതേസമയം 2 ജീവപര്യന്തവും ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. സംഘം ചേർന്ന് കൊലപ്പെടുത്തിയതിന് വിചാരണ കോടതി ഇവർക്ക് വിധിച്ച ജീവപര്യന്തം തടവ് ഹൈക്കോടതി നേരത്തെ ശരിവച്ചിരുന്നു. ഈ കുറ്റത്തിന് ഇവർക്കുള്ള പിഴ ശിക്ഷ 1/2 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷമായി വർദ്ധിപ്പിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ. വിചാരണ കോടതി വിട്ടയച്ചെങ്കിലും ഹൈക്കോടതി ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയ 10ാം പ്രതി കെ കൃഷ്ണൻ, 12ാം പ്രതി ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊലക്കുറ്റത്തിന് 6ാം പ്രതി എസ് സിജിത്തിന് ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ വിധിച്ചിരുന്ന 50,000 രൂപ പിഴ 1 ലക്ഷമാക്കി. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരുന്ന CPM നേതാക്കളായ 8ാം പ്രതി KC രാമചന്ദ്രനും 11ാം പ്രതി ട്രൗസർ മനോജനും ജീവപര്യന്തത്തിന് പുറമെ വിധിച്ചിരുന്ന 1 ലക്ഷം രൂപ വീതം പിഴ 2 ലക്ഷം വീതമാക്കി. 18ാം പ്രതി വാഴപ്പടച്ച് റഫീഖ് കൊലപാതക പ്രേരണ കുറ്റത്തിന് ജീവപര്യന്തത്തിന് പുറമെ വിധിച്ച 1/2 ലക്ഷം രൂപ പിഴ 1 ലക്ഷമാക്കി. പിഴ ഒടുക്കിയില്ലെങ്കിൽ ഇവർ 2 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണമെന്ന് ജസ്റ്റിസുമാരായ ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉത്തരവിട്ടു. കുഞ്ഞനന്ദൻ്റെ കുടുംബവും പിഴ നൽകണം. 13ാം പ്രതി പരേതനായ PK കുഞ്ഞനന്ദന് വിചാരണ കോടതി വിധിച്ച 1 ലക്ഷം രൂപ പിഴ കുടുംബം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞനന്ദൻ ജയിലിലിരിക്കെ 2020 മരിച്ചിരുന്നു. ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയ്ക്ക് വിചാരണ കോടതി നിർദ്ദേശിച്ച 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം 7.5 ലക്ഷമായും മകൻ അഭിനന്ദിന് നിർദ്ദേശിച്ചിരുന്ന 2 ലക്ഷം രൂപ 5 ലക്ഷമായും ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. ഒരു മരണവാർത്ത മലയാള മനോരമ 1ാം പേജിൽ കാര്യമായി നൽകിയിട്ടുണ്ട്. അത് ഡോക്ടർ N കൊച്ചുപിള്ളയുടേതാണ്. അയഡിൻ ചേർന്ന് ഒപ്പ് പ്രചരിപ്പിച്ച ഡോക്ടർ N കൊച്ചുപിള്ള അന്തരിച്ചു. 1ാം പേജിൽ 2 കോളം ചിത്രസഹിതം നൽകിയ വാർത്തയാണ്. ബംഗളൂരു തൈറോയിഡ് പ്രമേഹ ചികിത്സാ രംഗത്ത് രാജ്യാന്തര പ്രശസ്തനും എയിംസ് എൻഡോക്രിനോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ N കൊച്ചുപിള്ള 85 അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് സംസ്ഥാന ബഹുമതികളോടെ ആലപ്പുഴ ഫാക്ടറി വാർഡ് ഹോപ്പ് വില്ലയിൽ നടക്കും. ഗോയിറ്റർ രോഗത്തിന് കാരണമാകുന്ന അയഡിൻ അപര്യാപ്തതയും ബുദ്ധി വളർച്ചയെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന് ഡോക്ടർ N കൊച്ചുപിള്ളയാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് അയഡിൻ ചേർന്ന ഉപ്പിൻ്റെ വ്യാപക ഉപയോഗവും ദേശീയ തലത്തിലുള്ള പ്രചാരണവും തുടങ്ങിയത്. നേച്ചർ, ലാൻസെറ്റ്, എൻഡോക്രിനോളജി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ 145-ലേറെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. 30-ലധികം രാജ്യാന്തര സെമിനാറുകളിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ICMRൻ്റെ പോഷകാഹാര ശാസ്ത്രോപദേശക സമിതി, അമേരിക്കയിലെ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എപ്പിഡമിയോളജി, ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് എന്നിവയുടെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ബോർഡ് അംഗം ആയിരുന്നു. നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസർ എമിരിറ്റസ്, എൻഡോക്രിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ്, ബംഗളൂരു MS രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചു. 2003-ൽ പത്മശ്രീ ലഭിച്ചു. ഭാര്യ ഡെറാഡൂൺ സ്വദേശിയായ ഡോക്ടർ വിനോദ് കൊച്ചുപിള്ള, റിട്ടയർഡ് ക്യാൻസർ വിഭാഗം മേധാവി, ന്യൂഡൽഹി എയിംസ്. മക്കൾ മാലിനി ആർക്കിടെക്ട്, മൃണാളിനി നിയമവിദഗ്ധ, ജർമ്മനി. മരുമകൻ എൻറിക്കോ. ശാസ്ത്ര ഗവേഷണ രംഗത്ത് അതുല്യ പ്രതിഭയാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന മറ്റൊരു കുറിപ്പും ഉണ്ട്. വേറൊരു മരണം സുപ്രഭാതത്തിൽ നിന്നുണ്ട്. മരണവാർത്ത: ഷെഫീഖുർ റഹ്മാൻ ഖർക്ക് അന്തരിച്ചു. ഓർമ്മയായത് ലോകസഭയിലെ പ്രായം കൂടിയ അംഗം. ലക്നൗ മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവും MP-യുമായ ഷെഫീഖുർ റഹ്മാൻ ഖർക്ക് 93 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയിരുന്ന അദ്ദേഹം മൊറാദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 5 തവണ MP-യും 4 തവണ MLA-യുമായ ഖർക്ക് 2019-ൽ സംഭാലിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1999-ൽ UP മന്ത്രിസഭയിലും അംഗമായിരുന്നു. ഇതോടെ ലോക്സഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഓർമ്മയായത്. തൻ്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്നതിലൂടെ പലപ്പോഴും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു. 1967-ൽ സംഭാൽ മണ്ഡലത്തിൽ മത്സരിച്ചാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ആ വർഷവും 69-ലും പരാജയപ്പെട്ടു. ഭാരതീയ ക്രാന്തിദൾ, അതായത് BKD, ജനതാ പാർട്ടി, ലോക്ദൾ, ജനതാദൾ, BSP തുടങ്ങിയ പാർട്ടികളിലും പ്രവർത്തിച്ച അദ്ദേഹം
ഈ പാർട്ടികളുടെ എല്ലാം സ്ഥാനാർത്ഥികളായും വിജയിച്ചു. 1974 BKDയിലൂടെ ആദ്യം സഭയിലെത്തി. 77 ജനതാ പാർട്ടിയിൽ നിന്നും വിജയിച്ചു. 85 ലോക്ദളുകാരനായും 89 ജനതാദളുകാരനായും സഭയിലെത്തി. 1996, 98, 2004 കാലത്ത് SP ടിക്കറ്റിൽ ലോക്സഭയിലെത്തിയ അദ്ദേഹം 2014 BSP ടിക്കറ്റിലും MP ആയി. SP-യിൽ തിരിച്ചെത്തിയാണ് 2019 സംഭാലിൽ ജയിച്ചത്. ഇതിനിടെ 2017 അസദുദ്ദീൻ ഉവൈസിക്കൊപ്പം പോയെങ്കിലും SP-യിലേക്ക് തന്നെ തിരിച്ചെത്തി. പാർലമെൻറ്റിൽ സംഘപരിവാറിനെതിരെ എപ്പോഴും നിലകൊണ്ട കാർക്ക് രാജ്യത്തെ മുസ്ലിം വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്തു. അയോധ്യയിൽ കർസേവകർ തകർത്ത ബാബരി മസ്ജിദ് കേസിൻ്റെ നടപടികൾ നീക്കാൻ രൂപീകരിച്ച ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി കോർഡിനേറ്ററായിരുന്നു. വന്ദേമാതരം, സൂര്യനമസ്കാരം തുടങ്ങിയവ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ അദ്ദേഹം ശബ്ദമുയർത്തി. ഖുറേഷ ബീവി ആണ് ഭാര്യ. മുലൂക്കുർ റഹ്മാൻ കർക്ക് ഏക മകനാണ്. കൊച്ചുമകൻ സിയാബുർ റഹ്മാൻ കർക്ക് UP നിയമസഭാംഗമാണ്. ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെടാൻ മലയാള ബ്രാഹ്മണർ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഈ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. കൊച്ചി: ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനങ്ങൾക്ക് മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനത്തിലെ വ്യവസ്ഥ ഹൈക്കോടതി ശരിവെച്ചു. ചോദ്യം ചെയ്യുന്ന ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. മലയാള ബ്രാഹ്മണരല്ലാത്ത ശാന്തിക്കാരായ CV വിഷ്ണുനാരായണൻ, TL സിജിത്ത്, PR വിജീഷ് തുടങ്ങിയവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധവും തൊട്ടുകൂടായ്മയുമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം നിയന്ത്രണരഹിതമല്ലെന്ന് ശ്രീ വെങ്കിട്ടരമണ കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെ മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന വ്യവസ്ഥ തൊട്ടുകൂടായ്മയാണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം ഉടമയുടെ അവകാശമാണ് എന്നൊരു കോടതി വിധി കൂടി 1-ാം പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ആ വിധി സുപ്രീം കോടതിയിൽ നിന്നാണ്. ന്യൂഡൽഹി: ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാരിൻ്റെ കാരുണ്യ പ്രവർത്തനമല്ലെന്നും അത് ഉടമയുടെ അവകാശമാണെന്നും സുപ്രീം കോടതി. സ്ഥലം ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുമ്പോൾ സർക്കാർ വലിയ കാരുണ്യ പ്രവർത്തനം നടത്തിയെന്ന രീതിയിൽ ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്നും ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 2002 ഏറ്റെടുത്ത ഭൂമിക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിലെ ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ച ശേഷം 2023 ഡിസംബറിലാണ് നഷ്ടപരിഹാരം നൽകിയതെന്ന് കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ച ശേഷം 2023 ഡിസംബറിലാണ് നഷ്ടപരിഹാരം നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2002 ഏറ്റെടുത്ത ഭൂമിക്ക് 2023 നഷ്ടപരിഹാരം നൽകിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം അട്ടിമറിച്ച് കൂറുമാറ്റം എന്ന വാർത്ത മാധ്യമത്തിൽ നിന്ന് വായിക്കാം. ഹിമാചലിൽ സിംഗ്വിക്ക് തോൽവി, കോൺഗ്രസ് മന്ത്രിസഭ അപകടാവസ്ഥയിൽ. UP-യിൽ അഖിലേഷിനെ കൈവിട്ട് 8 MLA-മാർ. കർണാടകയിൽ തിരിച്ചടി BJPക്കും JDS-നും. ന്യൂഡൽഹി: UP, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പിൽ നടന്ന കൂറുമാറ്റം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അട്ടിമറിച്ചു. UP-യിൽ ചീഫ് വിപ്പ് അടക്കം 8 സമാജ്വാദി പാർട്ടി MLA-മാരെ 8 സമാജ്വാദി പാർട്ടി MLA-മാർ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ചപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി അലോക് രഞ്ജൻ പരാജയപ്പെട്ടു. BJPയുടെ 8 സമാജ്വാദി പാർട്ടിയുടെ 2 പേർ ജയിച്ചു. ഹിമാചൽ പ്രദേശിൽ 6 കോൺഗ്രസ് MLA-മാരും 3 സ്വതന്ത്രരും BJP സ്ഥാനാർത്ഥിയെ സഹായിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വിക്കും BJPയുടെ ഹർഷ്മന്ദർ മഹാജനും 34 വോട്ട് വീതമാണ് ലഭിച്ചത്. നറുക്കെടുപ്പിലൂടെ മഹാജന വിജയിയായി പ്രഖ്യാപിച്ചു. അതേസമയം കർണാടകയിൽ BJPയുടെയും സഖ്യകക്ഷിയായ ജനതാദൾ എസിൻ്റെയും ഓരോ MLA-മാരുടെ വോട്ട് കിട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. UP-യിലെ 10ഉം കർണാടകയിലെ 4ഉം ഹിമാചൽ പ്രദേശിലെ 1ഉം രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്നത്. UP-യിൽ സമാജ്വാദി പാർട്ടിക്ക് 3ഉം BJPക്ക് 7ഉം പേരെ MP-മാരാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം പഴയ സമാജ്വാദി പാർട്ടിക്കാരനും വ്യവസായിയുമായ സഞ്ജയ് സേത്തിനെ കൂടി JP സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് കലങ്ങിയത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68-ൽ 40 പിടിച്ച ഹിമാചൽ പ്രദേശിൽ
അധികാരത്തിൽ വന്ന കോൺഗ്രസിൽ പാളയത്തിൽ നിന്ന് 6 MLA-മാരും ഇതുവരെ കോൺഗ്രസിനെ പിന്തുണച്ചു പോകുന്ന 3 സ്വതന്ത്രരെയും ചാക്കിട്ട് പിടിക്കാൻ BJPക്ക് സാധിച്ചു. കർണാടകയിൽ ഒരു BJP MLA മറുകണ്ഠം ചാടിയതും മറ്റൊരാൾ എത്താതിരുന്നതും പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടിയായി. ഹൈക്കമാൻഡ് പ്രതിനിധി അഭിഷേക് സിംഗ്വിയുടെ ജയസാധ്യതകൾ അട്ടിമറിക്കുക മാത്രമല്ല, കോൺഗ്രസ് സർക്കാരിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുക കൂടി ചെയ്യുന്ന സാഹചര്യമാണ് ഹിമാചൽ പ്രദേശിലുണ്ടായത്. 68 അംഗ നിയമസഭയിൽ 3 സ്വതന്ത്രരടക്കം 43 പേരുടെ പിന്തുണയുണ്ടായിരുന്ന കോൺഗ്രസ് മന്ത്രിസഭ 9 പേരുടെ കൂറുമാറ്റത്തോടെ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ട സ്ഥിതിയിലാണ്. 34 എന്ന നിലയിലാണ് BJP കോൺഗ്രസ് അംഗബലം. കർണാടകയിൽ നിന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ, UP-യിൽ നിന്ന് ജയാ ബച്ചൻ എന്നിവർ ജയിച്ച പ്രമുഖരിൽപ്പെടുന്നു. ഗഗൻയാൻ, അതിൽ പോകാനുള്ള ആളുകളുടെ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും ആളില്ല ഗഗൻയാൻ ദൗത്യം അതിനിടയിൽ വരാനുണ്ട് എന്ന് കേരള കൗമുദി പറയുന്നു. തിരുവനന്തപുരത്തു നിന്നാണ് റിപ്പോർട്ട്. മനുഷ്യരുമായുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി ആദ്യ പരീക്ഷണമെന്ന നിലയിൽ ആളില്ല ഗഗൻയാൻ ദൗത്യം ജൂണിൽ ISRO നടത്തിയേക്കും. ഡിസംബറിലായിരിക്കും രണ്ടാമത്തേത്. ബഹിരാകാശ യാത്രികരെ സഹായിക്കാനുള്ള വ്യോമമിത്ര റോബോട്ടും ഈ ദൗത്യങ്ങളിലുണ്ടാകും. യാത്രികരുമായുള്ള ദൗത്യത്തിന് എല്ലാം സജ്ജമാകുകയാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ബഹിരാകാശത്തെ ഗുരുത്വമില്ലാത്ത സാഹചര്യം മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിക്കും. 3 ദിവസത്തേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ യാത്രികർ ഉൾപ്പെടുന്ന പേടകത്തെ എത്തിച്ച ശേഷം ഭൂമിയിൽ തിരികെ എത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. 3 ദിവസത്തിനു ശേഷം പേടകം കടലിൽ വീഴ്ത്തി വീണ്ടെടുക്കും. 8000 കിലോഗ്രാം ഭാരമുള്ള പേടകം ഭ്രമണപഥത്തിൽ നിന്ന് തിരിച്ചിറങ്ങി പാരച്യൂട്ടിൻ്റെ സഹായത്തോടെയാണ് കടലിൽ സുരക്ഷിതമായി വീഴ്ത്തുക. യാത്രികർക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ട രൂപകൽപ്പന ചെയ്ത ക്രൂ മൊഡ്യൂൾ, സർവീസ് മൊഡ്യൂൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പേടകം. 13,000 കോടി രൂപയാണ് ചെലവ്. വന്യജീവി ആക്രമണം, വനം വകുപ്പ് റിപ്പോർട്ടിൽ കമ്മീഷൻ അതൃപ്തി എന്ന് ഒരു വാർത്ത ദീപികയിലുണ്ട്. തിരുവനന്തപുരത്തുനിന്ന് സാബു ജോണാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം എന്നുമുണ്ട്. വന്യമൃഗ ആക്രമണത്തെക്കുറിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ കമ്മീഷന് അതൃപ്തി. എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം തടയുന്നതിന് വകുപ്പ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഹ്രസ്വകാല, ദീർഘകാല പദ്ധതികൾ വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ശുപാർശകൾ സമർപ്പിക്കാനാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് പറഞ്ഞു. വനാതിർത്തിയിലെ സൗരോർജ്ജം ഉൾപ്പെടെയുള്ള വേലികളുടെ നിർമ്മാണ പുരോഗതി, നാടിറങ്ങിയ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ, ജനകീയ ജാഗ്രതാ സമിതികൾ, വന്യജീവി ആക്രമണമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുന്നതിനുള്ള പദ്ധതി തുടങ്ങി നടന്നു വരുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തതും ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നതുമായ അധിനിവേശ സസ്യങ്ങളായ മഞ്ഞക്കൊന്ന ഉള്ളവ വനത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള വനം വകുപ്പിന് വ്യക്തമായ പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. വനം വകുപ്പ് ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വസ്തു തരം മാറ്റാൻ കൈക്കൂലി, വില്ലേജ് അസിസ്റ്റൻറ്റും ഫീൽഡ് അസിസ്റ്റൻറ്റും പിടിയിൽ എന്നൊരു വാർത്ത മംഗളം 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. പ്രതികളെ തന്ത്രപരമായി കുടുക്കി ആലപ്പുഴ വിജിലൻസ് സംഘം. അമ്പലപ്പുഴ, കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റൻറ്റും ഫീൽഡ് അസിസ്റ്റൻറ്റും വിജിലൻസ് പിടിയിലായി. പുന്നപ്ര വില്ലേജ് അസിസ്റ്റൻറ്റ് വിനോദും ഫീൽഡ് അസിസ്റ്റൻറ്റ് അശോകനുമാണ് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത്. പുന്നപ്ര സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് പരിശോധന. വസ്തു തരം മാറ്റുന്നതിന് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വസ്തു അളക്കാൻ വിനോദും അശോകനും എത്തി. ഫയൽ റവന്യൂ ഡിവിഷൻ ഓഫീസിൽ അയക്കണമെങ്കിൽ 5000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു.
തുടർന്ന് പരാതിക്കാരൻ വിവരം വിജിലൻസ് കിഴക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് VG വിനോദ് കുമാറിനെ അറിയിക്കുകയായിരുന്നു. സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ വിജിലൻസ് DYSP ഗിരീഷ് P. സാരഥിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഇന്നലെ വൈകിട്ട് 3:20 പുന്നപ്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ച് അശോകൻ പരാതിക്കാരനിൽ നിന്ന് കൈക്കൂലി വാങ്ങവേ വിജിലൻസ് സംഘം പിടികൂടി. തിരുവനന്തപുരത്ത് ശോഭനയെ ഇറക്കാൻ BJP മത്സരിക്കില്ലെന്ന് ശോഭന പറഞ്ഞെന്ന് തരൂർ. ഇങ്ങനെയൊരു രാഷ്ട്രീയ കൗതുകമുള്ളത് സിറാജ് പത്രത്തിലാണ്. ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്ന് സുരേഷ് ഗോപി. തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടി ശോഭനയെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി BJP കേന്ദ്ര നേതൃത്വവുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭനയോട് സംസാരിച്ചുവെന്നും നടനും BJP നേതാവുമായ സുരേഷ് ഗോപി വെളിപ്പെടുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി നടി ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ തിരുവനന്തപുരത്തേക്ക് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും പേരുകൾ BJP പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് സ്ഥിരീകരിക്കും വിധമാണ് സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ജനുവരിയിൽ നരേന്ദ്രമോദി പങ്കെടുത്ത തൃശ്ശൂരിലെ BJP വനിതാ സമ്മേളനത്തിൽ എത്തിയതോടെയാണ് ശോഭന BJPയിലേക്കെന്ന അഭ്യൂഹമുയർന്നത്. ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുമെന്നുമായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത് ശോഭന പ്രസംഗിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നതിൻ്റെ ചിത്രം ഫ്യൂജ് ഫാൻ മൊമെൻ്റ് എന്ന തലക്കെട്ടയോടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായതോടെ വിഷയത്തിൽ പ്രതികരണവുമായി തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ശശി തരൂർ രംഗത്തെത്തി. ശോഭന അടുത്ത സുഹൃത്താണെന്നും തിരുവനന്തപുരത്ത് മത്സരിക്കില്ലെന്ന് ശോഭന ഫോണിലൂടെ തന്നെ അറിയിച്ചെന്നും തരൂർ പറഞ്ഞു. തിരുവനന്തപുരത്ത് എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല. BJP സ്ഥാനാർത്ഥികളായി നിരവധി പേരുകൾ ഉയർന്നു വരുന്നത് നിരാശയിൽ നിന്നാണ്. BJPയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്നും തരൂർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ തീരുമാനമായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുതെന്ന് CPI നിലപാട് ശരിയല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെതിരെ CPI മത്സരിക്കരുതെന്നും ശശി തരൂർ പറഞ്ഞു. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഏതായാലും TP വധക്കേസിലെ ശിക്ഷ ഉയർത്തിയത് കാണുന്നില്ല. ദേശാഭിമാനിയുടെ ലീഡ് CPM സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളാണ്. കേരളത്തിലെ 15 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ. എളമരം കരീം കോഴിക്കോട്, KK ശൈലജ വടകര, ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട, MM ആരിഫ് ആലപ്പുഴ, ജോയ്സ് ജോർജ് ഇടുക്കി, KJ ഷൈൻ എറണാകുളം, പ്രൊഫസർ C രവീന്ദ്രനാഥ് ചാലക്കുടി, K രാധാകൃഷ്ണൻ ആലത്തൂർ, A വിജയരാഘവൻ പാലക്കാട്, KS ഹംസ പൊന്നാനി, V വസീഫ് മലപ്പുറം, V ജോയി ആറ്റിങ്ങൽ, M മുകേഷ് കൊല്ലം, MV ജയരാജൻ കണ്ണൂർ, MV ബാലകൃഷ്ണൻ കാസർഗോഡ്. ദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റ് പേജും ഇന്ന് പൂർണ്ണമായി സ്ഥാനാർത്ഥികൾക്കാണ്. തിളക്കമാർന്ന സ്ഥാനാർത്ഥികളുമായി LDF എന്ന് എഡിറ്റോറിയൽ. കേരളത്തിന് വേണ്ടി പാർലമെൻറ്റിൽ ഒരക്ഷരം പോലും മിണ്ടാത്തവരാണ് 18 UDF MPമാർ. കേരളത്തിൻ്റെ എല്ലാ വികസന പദ്ധതികളും മുടക്കാൻ പരസ്യമായി പ്രവർത്തിച്ചവരാണിവർ. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തർക്കം തീരാതെ ഒഴിയുന്ന മുന്നണിയാണ് UDF. ഐക്യത്തോടെ ജാഥ പോലും നയിക്കാൻ കഴിയാത്തവർ, പരസ്യമായി തെറി വിളിക്കുന്നവർ. ഇത്തരക്കാരെ ജയിപ്പിച്ചതുകൊണ്ട് നാടിനെന്ത് പ്രയോജനമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ജനവിരുദ്ധരായ UDFനെയും BJPയെയും മൂലക്കിരുത്താനുള്ള അവസരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയണം എന്നതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൻ്റെ കാമ്പ്. അത് കഴിഞ്ഞാൽ എഡിറ്റ് പേജും ഓപ്പൺ പേജും 6-ാം പേജും 7-ാം പേജും പൂർണ്ണമായും തങ്ങളുടെ 20 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്താൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിഗംഭീരമാണ് വിന്യാസം. 20 ആളുകളുടെയും സ്വീകരണ ചിത്രങ്ങൾ നടുവിലൊരു വൃത്തത്തിൽ നൽകിയിട്ട് സൂര്യരശ്മികൾ പോലെ 8 ഭാഗത്തേക്കും സ്ഥാനാർത്ഥികളുടെ ജീവചരിത്രം വിതറിയിടുന്നു. സ്ഥാനാർത്ഥികളുടെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല രസമാണ്. ഉദാഹരണത്തിന് ആറ്റിങ്ങലിലെ ജോയിയെ പരിചയപ്പെടുത്തുന്നത് നോക്കാം. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. കേരള സർവകലാശാല യൂണിയൻ അംഗം, സെനറ്റ് അംഗം, SFI ജില്ലാ പ്രസിഡന്റ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ്
എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ചു. നിരവധി തവണ കൊടിയ മർദ്ദനത്തിന് അർഹമായി. അങ്ങനെ മലപ്പുറത്തെത്തുമ്പോഴുള്ള സ്ഥാനാർത്ഥി മുക്കം IMA കോളേജ്, MES കോളേജ്, ചേളന്നൂർ SN കോളേജ്, കോയമ്പത്തൂർ CMS കോളേജ് എന്നിവിടങ്ങളിലായി പഠനം. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. DYFI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചു. അങ്ങനെ DYFI വഴി വന്ന ആളാണ്. ആലപ്പുഴയിലെ ആരിഫിനെ പരിചയപ്പെടുത്തും. SFI ജില്ലാ സെക്രട്ടറി, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, CPI ചേർത്തല ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അങ്ങനെ പോയി നമ്മൾ പൊന്നാനിയിലെത്തുമ്പോൾ കാര്യം മാറും ചിലർ വരുമ്പോൾ എന്നാണ് തലക്കെട്ട്. 2022 ജൂൺ വരെ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ഹംസ ഇതോടെ സംസ്ഥാന സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. 2023 സംഘടനാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കൗൺസിലറായി. എന്നാൽ ഹംസയെ പരിഗണിക്കരുതെന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു. കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയ ഹംസ സംസ്ഥാന കൗൺസിലർ വരെയായി. 2018 സംസ്ഥാന ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെ അന്ന് രാവിലെ പുറത്താക്കി നേതൃത്വത്തിൻ്റെ പ്രതികാരം. അങ്ങനെയാണ് ബാക്കി എല്ലാവരുടെയും പശ്ചാത്തലം SFIയും DYFIയും CPMും ആണെങ്കിൽ ഹംസയുടെ പശ്ചാത്തലം 2022 ജൂൺ വരെ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നതാണ്. അതുകൊണ്ടാണ് കാര്യം മാറും ചിലർ വരുമ്പോൾ എന്ന് ദേശാഭിമാനി പറയുന്നത്. ഇന്നത്തെ വാർത്തയും അവലോകനങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കേൾക്കാം ബാക്കിയുള്ളത്. നാളത്തെ വാർത്തകൾ. നന്ദി, നമസ്കാരം.